ശരി. അയ്യോ, തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരുടെ ഫാൻസാണ്. തീർച്ചയായും ഈ വാർത്തയോടുള്ള ഇഷ്ടം സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ കുഞ്ഞു കുട്ടികൾ മുതൽ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വാർത്തകൾ കാണാൻ കഴിയുക, ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ യാത്രയെ നമ്മൾ തിരിച്ചറിയുന്നതും അതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു, ഞങ്ങൾ പറയുന്ന വാർത്തകൾ ചുരുങ്ങിയ പക്ഷമെങ്കിലും അത് മനസ്സിലാവുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മളിപ്പോൾ ആണ്ടൂർ ഗ്രാമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് അമ്പലവയലിലേക്കാണ്. അമ്പലവയലിൽ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. അമ്പലവയലിലുള്ളത് ആരാണ്? ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ട്. അവിടെ നമുക്ക് അവിടെയും റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാർ, ഹോം സ്റ്റേക്കാർ, ടൂറിസംകാർ എല്ലാവരും അവിടെയും ഉണ്ട്. നമുക്ക് അമ്പലവയലിൽ ഉണ്ണി ബാലകൃഷ്ണനോടൊപ്പം നമുക്ക് അസോസിയേഷൻ എന്ന് പറയുന്ന സംവിധാനം മാറിയിട്ടോ. ഇപ്പൊ ജനങ്ങൾ മുഴുവനുമായി എല്ലാ സ്ഥലത്തും അതാണ്. ഇപ്പോൾ ജനകീയമായി സമയം ഇത് കണ്ടുകൊണ്ട് വയനാടിൻ്റെ ജനത ഇപ്പോൾ തത്സമയം യൂട്യൂബിലൂടെയും ടി വിയിലൂടെയും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റെസ്പോൺസസ് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ കാണുന്നു. ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾ ഇന്ന് എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഇതിനോടുള്ള പ്രതികരണം അറിയിക്കാം. ചില പ്രേക്ഷകരെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാവുന്നത് ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതിനു മുമ്പ് തന്നെ ഈ വാഹനത്തിൻ്റെ RC എന്ന് പറയുന്നത് ഓപ്പൺ എൻഡ് ജീപ്പായിട്ടാണ് ഇതിനെ ടൂറർ കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ജീപ്പായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദനീയമായ ജീപ്പാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നിർമ്മിച്ച ജീപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെ RC പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മേൽപ്പുര വേണ്ടാത്ത ഓപ്പൺ എൻഡഡ് ജീപ്പാണ്. അതുകൊണ്ടാണ് മറ്റ് നിയമലംഘനങ്ങളൊന്നും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് ചെയ്യാൻ ശരിയുമല്ല. നമുക്കിപ്പം ഉണ്ണി ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ചേരുന്നത് അമ്പലവയലിൽ നിന്നാണ്. നമ്മൾ ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും കുറച്ചധികം മനുഷ്യർ ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് പോകാം, അതിലേക്ക് നമുക്ക് മിഠായി കൊടുത്ത് പോകാം കുട്ടികൾക്ക് അല്ലേ. നല്ല കുറേ കുട്ടികളുണ്ട് അല്ലേ. ഹായ്, മിഠായി എല്ലാവർക്കും കൊടുക്കണേ കേട്ടോ. ചേച്ചി എല്ലാവർക്കും കൊടുക്കണേ. ഓക്കെ, ഹായ്. മാ ഹായ്. സന്തോഷം. നമ്മളെ കാണാനും നമുക്ക് അവരെ കാണാനും ഒക്കെ പറ്റുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ മാതൃകയായിരിക്കും എന്ന് പ്രേക്ഷകർ അറിയാവുന്ന പോലെ. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ വിളിച്ചു പറയണം. മറ്റു വാർത്തകൾക്കൊപ്പം തന്നെ ഒരു നാടിനെ നമുക്ക് പുറത്തേക്ക് ഷോക്കേസ് ചെയ്യണം. അതിന് നമ്മൾ ശ്രമിച്ചാലേ മനസ്സിലാവും. അത് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കിട്ടാതെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നല്ല. അതിനൊന്നും നമുക്കൊരു സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. പ്രേക്ഷകർ കണ്ടതുപോലെ ഞങ്ങൾ ഒരേ ഒരു ഇടവേള മാത്രമേ എടുത്തുള്ളൂ. തുടർച്ചയായി നിങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് വയനാടിൻ്റെ സൗന്ദര്യം ഞങ്ങൾ കാഴ്ചവെക്കുക. ഇത് കാണുന്ന കേരളത്തിന് പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ക്യാൻസലാക്കിയ ബുക്കിങ്ങുകൾ നിങ്ങൾ ധൈര്യപൂർവ്വം റീബുക്ക് ചെയ്തോളൂ. ഒരു കുഴപ്പവും വയനാട്ടിലില്ല എന്നതാണ് പറയുന്നത്. ആകെ ഒരു ചെറിയ പ്രശ്നമുണ്ടായത് ഒരു പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ്. ബാക്കി ഇവിടെ സർക്കാരും സംവിധാനങ്ങളും എല്ലാം വളരെ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും ഇല്ല. ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് കൂടി ഒരു നിമിഷം. ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് പോകുമ്പോൾ ഇതാ ഒരു കുഞ്ഞു മോള്. ഇതെന്താണിത് മോളെ? ഇതെന്താണിത്? ഇത് പാഷൻ ഫ്രൂട്ട് അല്ലേ? അടിപൊളി. മോളുടെ പേരെന്താ? ഇത്രയും പാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പാഷൻ ഫ്രൂട്ടിന് പകരം മിഠായി. സ്നേഹം. വീട്ടിൽ വളർത്തുന്നുണ്ടോ പാഷൻ ഫ്രൂട്ട്? ഇവിടെ കൃഷിയുണ്ട്. കിലോയ്ക്ക് എന്താ വില? കിലോയ്ക്ക് 100 രൂപ. ഇതിന് ഞങ്ങൾ പൈസ തരണ്ടേ? ഒന്നും വേണ്ട. സ്നേഹമാണ്. കിലോയ്ക്ക് 120 രൂപ പാഷൻ ഫ്രൂട്ട്. ഇപ്പൊ കച്ചവടം കുറഞ്ഞു അല്ലേ? കുറവാണ്. പ്രേക്ഷകർ മനസ്സിലാക്കും, ഇത് നമുക്ക് സൗജന്യമായി തന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ട്. ദിയ നമുക്ക് ഇത് എത്ര കിലോ ഉണ്ടല്ലേ? 2-3 കിലോ ഉണ്ടല്ലേ? 5 കിലോ പാഷൻ ഫ്രൂട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സന്തോഷം.